ബിസ്പച്ചുവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴയകാല റെസിപ്പിയാണ്. അത് മീൻ പെരളൻ പുളിയിലേക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഈ മീൻ പെരളൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിക്കും തോറും വീണ്ടും കഴിക്കാൻ തോന്നും. ഒരു മടുപ്പ് തോന്നില്ല. ഈ കാന്താരിയും മുളകും മറ്റേ പുളിയിലയൊക്കെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ദോശ, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ മീനാണ്. ഇത് ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ 1/2 കിലോ ഞാൻ പറഞ്ഞത്. അതിലേക്കൊരു 3/4 കപ്പ് പുളിയില വേണം. അത് പുളിയില ഇങ്ങനെ നാരൊക്കെ കളഞ്ഞ് അടർത്തിയെടുത്തതാണ് 3/4 കപ്പ്. നല്ല കഴുകി വൃത്തിയാക്കി ഇട്ട് വേണം നമ്മളെടുക്കാൻ. പിന്നെ 3 ചെറിയ ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി. ചെറിയ കഷ്ണം കേട്ടോ, ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, കുറച്ച് മതി. പിന്നെ പച്ചമുളക്. ഞാനിവിടെ ഒരു 3-4 പച്ചമുളകൊക്കെ ഞാൻ അരയ്ക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാം. കാന്താരി മുളക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു തക്കാളി വേണം, ചെറുതായിട്ട് അരിഞ്ഞത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഏതായാലും കുഴപ്പമില്ല. കുറച്ച് വെളിച്ചെണ്ണ വേണം. 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. പിന്നെ 3 തണ്ട് കറിവേപ്പില. നല്ല ഫ്രഷ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിന്ന് പറിച്ചതാട്ടോ. ആദ്യം ഈ പുളിയിൽ വെള്ളമൊക്കെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ജ്യൂസ് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് മൂത്ത ഇലയാണ്. നല്ല തളിരിലയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇതിലപ്പോൾ കുറച്ച് നാരൊക്കെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്ത് തന്നെ അരച്ചിട്ട് നല്ലോണം ഇത് പിഴിഞ്ഞ് ജ്യൂസ് തന്നെ എടുക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം ലാസ്റ്റ് നന്നായിട്ട് കൈ വെച്ച് തന്നെ പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ പിഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ആ നാരൊക്കെ ഉള്ളത് നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും കിട്ടി. ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി ഇത് നമുക്ക് കളയണം. ഇപ്പോൾ ഈ ജ്യൂസ് വെച്ചിട്ടാണ് ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തേങ്ങ അരയ്ക്കാം. തേങ്ങ അരയ്ക്കുമ്പം അരയാൻ പാകത്തിനുള്ള ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് അരയ്ക്കാം. അരയ്ക്കുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. ബാക്കി കറിവേപ്പില നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരയാൻ പാകത്തിന് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെണ്ണ പോലെ അരിയാന്ന് പറയില്ലേ, അതുപോലെ തന്നെ അരച്ചെടുക്കണം. ഇനി പാൻ ചൂടാക്കുക. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ മുളക് പൊടി അതും ചേർത്തൊന്ന് ഇളക്കുക. ഇളക്കിയുമ്പോഴത്തേക്ക് മുളക് പൊടി മൂക്കും. അപ്പോൾ തന്നെ അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റാം. അധികം വേണ്ട, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. തക്കാളിയും വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് വഴറ്റുക. അപ്പോൾ എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരും. അത്ര നേരം വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ, അതിൽ ഒട്ടും കൂടരുത്, പഞ്ചസാര ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാവർക്കും ചിലപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. ഞാൻ ഈ പുളിയുള്ള കറികൾക്കെല്ലാം ഞാനൊരു നുള്ളു പഞ്ചസാര ഇടാറുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. കൂടിപ്പോയാലും കൊള്ളത്തില്ല. അതുകൊണ്ട് വളരെ കുറച്ച് 1/4 ടീസ്പൂണിൽ താഴെയാണേലും മതി. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചൂടുവെള്ളം എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പുളിവെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന്
തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീനും ചേർത്ത് ഒന്ന് പറ്റിച്ചിങ് എടുക്കുകയാണ്. ഒരു പെരളൻ പരുവത്തിന് നമ്മളിത് എടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഉപ്പും പുളിയെല്ലാം നോക്കണം കേട്ടോ. പുളിവെള്ളം നമ്മുടെ അടുത്ത് കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മളതനുസരിച്ച് പുളിവെള്ളവും ചേർത്ത് കൊടുക്കണം. ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള മീൻ പെരളം വയ്ക്കുമ്പോൾ ഏത് മീനായാലും കുഴപ്പമില്ല, ചെറിയ കഷ്ണങ്ങളായ നന്നായിരിക്കും. ഇനി മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്നു നോക്കിയിട്ടൊന്ന് മീനൊന്ന് ചിറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പതുക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒത്തിരി വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അടി പിടിക്കാണ്ടുമൊക്കെ നോക്കണം. മീൻ പൊടിയാതെയും ശ്രദ്ധിക്കണം. ഇപ്പോൾ മീൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല കൊഴുപ്പുണ്ട് ഗ്രേവിക്ക്. മീൻ വേവുകയും ചെയ്തു. പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇടയ്ക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കണം. പുളി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, ബാക്കി കറിവേപ്പില എഴുതുന്നത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ 2-3 പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്നുകൂടെ വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ പെരളൻ റെഡിയായി കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെല്ലാവരും മീൻ കറി വയ്ക്കും, അതുപോലെ മീൻ ഫ്രൈ ചെയ്യും. അതെന്നും ഏകദേശം ഒരേ സ്റ്റൈലിൽ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള മീൻ കറിയൊക്കെ വയ്ക്കുമ്പം, അല്ലെങ്കിൽ മീൻ പുളിയില ചുടുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് വാളംപുളിയുടെ ഇല വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പുളിപ്പുള്ള ഏത് ഇല വേണേലും നമുക്കിതിന് ഉപയോഗിക്കാം. ഇപ്പം കുടംപുളിയുടെ കുരുന്നില കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ വേറെ ഒരു ചെമ്മിപ്പുളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം കായ ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്, അതിൻ്റെ ഇല നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മീൻ പുളിയില ചുട്ടതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ ചെമ്മിപ്പുളിയുടെ ഇലയാണ്. അതും ഈ നമ്മളിതൊക്കെ ചെയ്തു വരുമ്പോൾ ഒരേ ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും പറയാനില്ല. അപ്പോൾ അങ്ങനത്തെ ഇലയൊക്കെ ഇവിടെ മാർക്കറ്റിൽ കിട്ടും. ഈ പുളിയിലയും ഇവിടെ കിട്ടും നമുക്ക് വാങ്ങാനായിട്ട്, ചില ഷോപ്പിലൊക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഇലകളൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.